സഹോദരൻ യഥാർത്ഥത്തിൽ കൊടുത്ത നോട്ട് പുസ്തകങ്ങളും ഫയലുകളും ഒക്കെ ഉപയോഗിച്ചാണ് PK ബാലകൃഷ്ണൻ നാരായണ ഗുരുവിനെ കുറിച്ച് തന്നെയുള്ള തൻ്റെ സമാഹാര ഗ്രന്ഥം തയ്യാറാക്കിയത്. PK യഥാർത്ഥത്തിൽ ഈ വൈപ്പിൻ ദ്വീപുമായി ബന്ധപ്പെട്ട മനുഷ്യനാണ്, ഇടവനക്കാട് സ്വദേശി. അപ്പോൾ താങ്കൾ അദ്ദേഹത്തെ നേരിട്ട് കാണുകയും ഒന്നിച്ച് ഇടപഴകുകയും ചെയ്തിട്ടുള്ളതാണ്. PK ബാലകൃഷ്ണനെ കുറിച്ചുള്ള ഓർമ്മകളൊന്ന് അനുസ്മരിക്കാം. PKBയെ ഞാൻ ആദ്യം കാണുന്നത് 1957 അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകം ചന്തുമേനൊരു പഠനം, അതെഴുതിയിട്ട് അതിൻ്റെ കയ്യെഴുത്ത് പ്രതി പകർത്തി എഴുതാൻ ഒരു KK സുധാകരൻ ഉണ്ടായിരുന്നു. അന്ന് സാൾട്ട് ഇൻസ്പെക്ടറായിട്ട് മാലിപ്പുറത്ത്. ഞാനന്ന് ഈ UC കോളേജിലൊക്കെ പോയിട്ട് പഠിക്കാൻ സാധിക്കാതെ തിരിച്ചു വന്ന് കമ്പൗണ്ടിങ് പഠിച്ചു. അങ്ങനെ കമ്പൗണ്ടറായിട്ട് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ അവിടെ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒന്നിച്ച് രാമവർമ്മ യൂണിയൻ ഹൈസ്കൂളിൽ പഠിച്ചവരാണ്, ഈ സുധാരിച്ചേട്ടനും PKBയും. അപ്പോൾ സുധാരിച്ചേട്ടൻ്റെ അക്ഷരം നല്ലതായതുകൊണ്ട് ഇത് പകർത്തി എഴുതിക്കാനായിട്ട് അവിടെ കൊണ്ടുവന്നത്. അത് പകർത്തി എഴുതിയതിന് ശേഷം, പൂർണ്ണമാക്കിയതിന് ശേഷം അന്ന് എറണാകുളം ഫെറിയിലെ സർക്കിൾ ബുക്ക് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു കൊച്ചു ബുക്ക് സ്റ്റാൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം, ജെട്ടിയിൽ തന്നെ. എപ്പോഴും ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും, പുസ്തകങ്ങൾ കാണും, എല്ലാവരും വരുമ്പോൾ കൊടുക്കും, അങ്ങനെയുള്ളൊരു പ്രകൃതം. അപ്പോൾ ഒരു കത്ത് തന്നയച്ച് ഞാനാണ് ഈ കയ്യെഴുത്തി പ്രതി അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നത്. അന്ന് ഞാൻ കൗമുദി ആഴ്ചപ്പതിപ്പിൽ കവിത എഴുതി തുടങ്ങിയ കാലമാണ്. ഇത് കിട്ടിയതിന് ശേഷം എന്നെ വിളിച്ചു കൊണ്ടുപോയി കൊളംബോ ഹോട്ടലിൽ ചെന്ന്, അതൊക്കെ ഒന്ന് പറയാലോ അല്ലേ, എനിക്ക് ബിരിയാണി മേടിച്ചു തന്നു. PK ബാലകൃഷ്ണൻ വാങ്ങിച്ചു തന്നിട്ട് ബിരിയാണി 1957 ആദ്യമായിട്ട് ഞാൻ കഴിക്കുന്നത് കൊളംബോ ഹോട്ടലിൽ. ഉണ്ട് കൊളംബോ ഹോട്ടലുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടാകും ഹോട്ടലിൽ. അപ്പോൾ എൻ്റെ അടുക്ക പറഞ്ഞു, എടാ നിനക്ക് നീ കവിത എഴുതിയിട്ട് ഇങ്ങനെ വെറുതെ അടങ്ങിയിരുന്നാൽ പോരാ, പത്രാഫീസിലൊക്കെ ഒന്ന് പോയി അവരൊരു കാണുകയൊക്കെ വേണം. ഞാൻ പറഞ്ഞു, ബാലൻചേട്ടാ എനിക്കത് ബുദ്ധിമുട്ടാണ്. നീ എന്താ പറഞ്ഞത്, ഇപ്പോഴത്തെ മഹാകവി ONV കുറുപ്പ് ഞാൻ സോഷ്യൽ ഡെമോക്രാറ്റ് മാസിക നടത്തുമ്പോൾ ഒരു കവിത എഴുതാനായിട്ട് എൻ്റെ പുറകെ നടന്നിട്ടുണ്ട്. ഇന്നവൻ ആരാണ്, അറിയപ്പെടുന്ന കവിയായില്ലേ. അങ്ങനെ എന്നെ എറണാകുളത്ത് വെച്ച് ഉള്ള ആ കണ്ടുമുട്ടലാണ് എനിക്ക് കുറേ പ്രചോദനം നൽകിയത്. അന്ന് അദ്ദേഹം എഴുതിയ ചന്തുമേനൻ ഒരു പഠനം എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രഥമ കൃതിയാണ്. അത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് മലയാളത്തിൽ. തുടർന്നാണ് അദ്ദേഹം പിന്നീട് പല കൃതികളും എഴുതിയത്. ഏറ്റവും പ്രധാനമായിട്ട് PKBയിൽ കാണുന്നത് അദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര ചിന്തയാണ്. ഒരു ആദർശവും ഒരു ആശയവും അതിനെ പ്രതിനിധീകരിക്കുന്ന നേതാക്കന്മാരും പൂർണ്ണമായിട്ടും ശരി എന്ന ആ ഒരു രീതി ഒരിക്കലും അദ്ദേഹം അവലംബിച്ചിരുന്നില്ല. കാരണം സത്യസന്ധതയും വസ്തുനിഷ്ഠ ചിന്തയും ആദർശാത്മക ജീവിതവും അത് വളരെ പ്രധാനമായിട്ട് സ്വീകരിച്ചിരുന്ന ആളാണ്. അതുകൊണ്ട് എതിർക്കേണ്ടതിനെ എതിർക്കാൻ ഒരു മടിയും അദ്ദേഹം കാണിച്ചില്ല. സഹോദരൻ അയ്യപ്പന് ഈ സ്വതന്ത്ര ചിന്ത വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് എല്ലാം പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അവൻ എഴുതിയെല്ലാം പ്രസിദ്ധീകരിച്ചു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ PKBയിലെ ഏറ്റവും വലിയ വ്യക്തിത്വമായിട്ട് ഞാൻ കാണുന്നത് ശ്രീനാരായണ ആന്തോളജി ഇറങ്ങുന്നത് 1954 ഗുരുവിൻ്റെ ജന്മം 54-56 എന്നൊരു തർക്കമുണ്ട്. ഇവിടെ ശതാബ്ദി കൊണ്ടാടിയത് 54 അന്നാണ് ആന്തോളജി ഇറങ്ങുന്നത്. ഈ ആന്തോളജിയിൽ അദ്ദേഹം സമാഹരിക്കുന്ന ലേഖനങ്ങളുടെ മുഖവുര, അത് ആ ലേഖനകർത്താക്കളെ പലരെയും വിമർശിക്കുന്ന EMSനെയൊക്കെ നല്ലപോലെ വിമർശിച്ചിട്ടുണ്ട്. അതിലൊരു പര്യാലോചന പിന്നീട് ഉണ്ടായതുകൊണ്ടാണ് NBS അത് പുനഃപ്രസിദ്ധീകരിക്കുമ്പോൾ അതൊന്ന് എഡിറ്റ് ചെയ്ത് അതിലൊന്ന് മയപ്പെടുത്തിയത്. ഇത് മാത്രമേ സ്വന്തം നിലപാടിൽ നിന്നൊരു നേരിയ വ്യതിചലനമെങ്കിലും PKBക്ക് ഉണ്ടായിട്ടുള്ളൂ. പത്രപ്രവർത്തന രംഗത്ത് അതുപോലെ തന്നെ കേരള കൗമുദിയിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയുള്ള തൊഴിലാളികൾക്ക് വേണ്ടത്ര ആനുകൂല്യം കൊടുക്കുന്നില്ല എന്നുള്ളത് പറഞ്ഞിട്ടാണ് അദ്ദേഹം സമരം ചെയ്തത്. എന്നിട്ട് കെ സുകുമാരനേക്കാൾ നന്നായിട്ട് എഴുതാൻ എനിക്ക് കഴിയുന്നവരെ പറഞ്ഞു കളഞ്ഞു MS മണിയോട്. അച്ഛനേക്കാൾ നന്നായിട്ട് എഴുതാൻ സാധിക്കുമെന്നുള്ളത് പറഞ്ഞു. ആ ഒരു സ്വാതന്ത്ര്യ ചിന്ത അതിനേക്കാൾ കൂടുതൽ എന്നെ അമ്പരിപ്പിച്ചിട്ടുള്ളത് നല്ലൊരു പ്രഭാഷകനായിരുന്നു. 1956 ഞാൻ സുകുമാർ അഴീക്കോടിൻ്റെ ആദ്യത്തെ പ്രസംഗം കേൾക്കുന്നത് മൂത്തകുന്നത്ത് വെച്ചാണ്. ഒരാഴ്ച ആശാൻ സിംബോസിയം നടത്തി. അവിടെ ആനിത്തയിലും PK ബാലകൃഷ്ണൻ പങ്കെടുത്തൊരിതുണ്ടായിരുന്നു. ഇവിടെ PKBയുടെ തുടക്കം എൻ്റെ മനസ്സിലുള്ള ആശാൻ, ഇവിടെ പലരും മംഗളപത്രം ജയിച്ചു, അതല്ല വസ്തുനിഷ്ഠമായിട്ട് അപഗ്രഥിക്കുമ്പോൾ കുറവുകളും കഴിവുകളും മികവില്ലായ്മയും ഒക്കെ ഉള്ള ആളാണ്. അങ്ങനെ ആയിരിക്കും ഒരു വ്യക്തി, അവിടെ നിന്നാണ് കവിത്വത്തെയും നമ്മൾ കാണേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആശാനെക്കുറിച്ചുള്ള ഗംഭീരമായൊരു പ്രഭാഷണം നടത്തിയത്. അഴീക്കോടെന്ന്
ഈ സംസ്കൃത സാഹിത്യത്തിൽ ബുദ്ധമതത്തെക്കുറിച്ച് പരാമർശമില്ല എന്ന് PSI മുഹമ്മദ് പറഞ്ഞതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഓരോ കൃതികളൊക്കെ പറയാൻ തുടങ്ങി ബുദ്ധമതത്തെക്കുറിച്ച് പറയുന്നത്. എന്നിട്ട് അജ്ഞത മനസ്സിലാക്കാം, അത് മൂടി വെച്ചുകൊണ്ട് ജ്ഞാനം എന്നുള്ള തോതിൽ വിളമ്പുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തതൊക്കെ പറഞ്ഞ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു പ്രഭാഷകൻ കൂടിയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ കോഴിക്കോട് പോയിട്ട് അവിടെ ഒരു പത്രത്തിൻ്റെ ദിനപ്രഭയോ അങ്ങനെ ഒരു പത്രാധിപരായിരുന്നു. ഈ സ്വതന്ത്ര ചിന്ത അവിടങ്ങളിൽ വ്യാപിക്കുന്നതോടൊപ്പം തന്നെ എന്നെ അമ്പരപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ഇനി ഞാൻ ഉറങ്ങാമെന്നുള്ള ഇതിഹാസ നോവലാണ്. 2 കൊല്ലക്കാലം അസുഖമായിട്ട് പുറത്തിറങ്ങാതിരുന്ന അവസരത്തിൽ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെ തർജിമ മുഴുവനും വായിച്ചതിന് ശേഷം മാരാരുടെ ഭാരത പര്യടനം കൂടി വായിച്ചപ്പോഴാണ് മഹാഭാരതത്തിൻ്റെ വേര് എത്ര ദൃഢമാണെന്നും അതിൻ്റെ സത്ത എത്രമാത്രം മൂല്യവത്താണെന്നും മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ എഴുതിയത്. ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നുള്ള കൃതി ഇപ്പോൾ 2-ാം ഊഴമുണ്ട്. എം ടിയുടെ 2-ാം ഊഴം നല്ലൊരു നോവലിസ്റ്റ് എഴുതിയ ഒരു പുരാണപരമായ ഇതിഹാസപരമായ നോവലെന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിഹാസത്തിൻ്റെ മാനം സൂക്ഷിച്ചുകൊണ്ട് എഴുതപ്പെട്ട നോവല് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന് ഞാൻ പറയും. അത് ഞാൻ ഈ സ്മാരകം ഇവിടെ ഈ സഹോദരൻ്റെ ജന്മഗൃഹം ഏറ്റെടുക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ നേരിട്ട് തന്നെ ചോദിച്ചു, ബാലഞ്ചേട്ടാ, ആ എഴുത്ത് ഇതിഹാസത്തിൻ്റെ തുല്യമായ ഭാഷാപ്രയോഗമാണ്. സംസ്കൃത പദങ്ങളൊക്കെ ധാരാളം വരുന്നുണ്ടായില്ല. അപ്പോൾ ആ തരത്തിൽ ഊർജ്ജസ്വലമായ നല്ല കഴമ്പുള്ള ഭാഷ പ്രയോഗിക്കാൻ എങ്ങനെ കഴിഞ്ഞെന്ന് ചോദിച്ചപ്പോൾ, എടാ അതെനിക്ക് ഞാനത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെണ്ടയുടെ താളം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനങ്ങനെ എഴുതി പോവുകയായിരുന്നതാണ്. ഇന്നും അത് വ്യത്യസ്തമായി നിൽക്കുന്നൊരു നോവലാണ്. അതുപോലത്തെ ഒരു നോവൽ എന്ന് പറയാൻ വേറൊന്നിനെ നമുക്ക് ചൂണ്ടിക്കാൻ കഴിയില്ല. ബിബ്ലിക്കലായിട്ടുള്ള നോവലുകൾ എഴുതപ്പെട്ടിട്ടുണ്ട്, രാമായണത്തെയും ഭാരതത്തെയും കുറിച്ചിട്ടുള്ള നോവലുകൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നുള്ളൊരു പ്രത്യേക മാനത്തിൽ നിൽക്കുന്നതാണ്. അപ്പോൾ നല്ല സ്വതന്ത്ര ചിന്തകനായൊരു പത്രപ്രവർത്തകൻ, നല്ല ആഴമുള്ള കൃതികൾ രചിക്കുവാൻ സാധിക്കുന്ന ഗ്രന്ഥകർത്താവ്, നോവലിസ്റ്റ്, പ്രഭാഷകൻ എന്നീ നിലകളിലൊക്കെ വലിയ ആളായിരുന്നു. അദ്ദേഹം ഇൻ്റർമീഡിയറ്റ് വരെ പഠിച്ചിട്ടുള്ളത്, അത് മുഴുവനാക്കിയിട്ടില്ല. എന്നിട്ട് പോലും ഇംഗ്ലീഷ് സാഹിത്യം മുഴുവൻ കടഞ്ഞെടുത്ത് വായിച്ചു. ജെയിൻ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പഠനമൊക്കെ വളരെ ഗംഭീരമാണ്. ഞാൻ അത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം പ്രൈഡ് ആൻഡ് പ്രിജുഡീസൊക്കെ വായിക്കാൻ പോയത്. അത്രത്തോളം ആഴത്തിൽ പോയിട്ടുള്ള ഒരാളാണ്. ഇളവനക്കാട് സ്വദേശിയായിരുന്നു. അത് അവസാനമായിട്ട് ഞാൻ കാണുന്നത് അവിടെ പോയി തിരുവനന്തപുരത്ത് പോയി ഞാൻ കണ്ടിരുന്നു. ഞാൻ ഓർമ്മപ്പെടുത്തേണ്ടി വന്നു. ഇവിടെ ഇപ്പോൾ ഞാൻ ഓർക്കണ്ടറാ, ഞാൻ നിൻ്റെ പ്രസംഗമൊക്കെ ആയിട്ട് ഓർക്കണ്ടറാ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ അനുഗ്രഹമൊക്കെ തന്നു. വലിയൊരു മനുഷ്യൻ. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത് അത്തരം വ്യക്തികൾ കുറവാണ്. അതായത് സ്വതന്ത്ര ചിന്ത ഒരിക്കലും അടിമപ്പെടുത്തിയിട്ടില്ല ആർക്കും. എന്നും അത് വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് അഭിപ്രായം പറയുവാൻ ഒരിടത്തും ശിരസ് കുനിച്ചിട്ടില്ല. അപൂർവ ആളുകളെ ആ രംഗത്തുള്ളൂ എന്ന് പറയാൻ സാധിക്കും.